എടാ എടാ ഞാൻ ചിന്തിക്കുന്നത് നീ ചിന്തിക്കണല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നതല്ല നീ ചിന്തിക്കുന്നത്, നീ ചിന്തിക്കുന്നതല്ല ഞാൻ ചിന്തിക്കുന്നത്. നീ ഞാൻ നീ ചിന്തിക്കണമെന്നുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിക്കും നീ MDMA കഴിച്ച വല്ലവരാണോ? ഞാൻ ചിന്തിക്കുന്ന നീ ചിന്തിക്കണ്ടല്ലേ എന്നാലായിട്ട് നീ ചിന്തിച്ചോണ്ടിരുന്നായിരുന്നു കൂട്ടി വാങ്ങും, പേടും. അപ്പം അതങ്ങനെയല്ല. പിന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ ചെയ്യണതും എല്ലാം. വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബോധത്തോടെ പറയണവരായിട്ട് കളിക്കാൻ നിൽക്കരുത്, തട്ടിച്ച് നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. പിന്നെ എന്താ പറയണത്, ഇപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതും നിങ്ങൾ ഓരോന്ന് മനഃപൂർവ്വം മരുന്ന് കൂട്ടി വാങ്ങുന്നതും ഒരു താഴേക്ക് എന്നെ അവിടെ വരുത്തിക്കരുത് പറഞ്ഞിട്ട് അത് വരുത്തിച്ചിട്ട് ഒരു മരുന്ന് കൂട്ടി വാങ്ങിപ്പിച്ചിട്ട് വീണ്ടും അവരെ വീണ്ടും കാര്യമില്ലാത്തപ്പോൾ ചെയ്തിപ്പിച്ചിട്ട് അതിനെ കൊണ്ട് വീണ്ടും നിങ്ങൾ അല്ല ആണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത നിങ്ങളുടെ ശോഷിച്ചാവസ്ഥ പുറത്ത് കാണിച്ചിട്ട് ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയണില്ലെങ്കിൽ, ശോഷിച്ച വാക്കുകൾ പറയണില്ലെങ്കിൽ, വൃത്തികെട്ടോ എൻ്റെ അങ്ങനത്തെ വാക്കുകൾ പറയണില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ തിയറി വെട്ടി ചാണകത്തിയറത്തിൽ അതില്ലേ ഞാനത് നിങ്ങൾ ജയിക്കാൻ പോകണില്ലെന്ന് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് വീണ്ടും വേറെ രീതിയിൽ അടുത്തത് അരുന്ന് കൂട്ടി വാങ്ങി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിലച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് നേടി? ഒരു ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഏതാണ് എല്ലാം കൂടി നിലച്ച് മതിയാവുള്ളൂ ഞങ്ങൾക്ക്. എന്തിനാണ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിപരീതം ചെയ്യണേ? ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ വിപരീതമാണെന്ന് പറയേണ്ട കാര്യം. ഒരു തെറ്റിൽ തന്നെ മുറുകെ പിടിച്ച് ഇത്രയ്ക്കും ദുഷാട്യ ബുദ്ധി, വിഡ്ഢിശാട്യം. എന്തിനാണത്? ദുഷാട്യം എന്ന് പറയുന്നത് ധൈര്യമല്ല. കുടിച്ചിടക്കടിച്ചിരുന്ന ആരും ചോദിക്കാമെന്ന് ബോധമില്ലാണ്ട് കിടന്നിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് എന്തിനോ വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി നിങ്ങൾ ജനിച്ചത്, നിരങ്ങി നീങ്ങിയത് എന്തിനാ? വേസ്റ്റായിട്ട് പോയി പോട്ടെ 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 എന്ന് പറഞ്ഞ് ഛർദ്ദിക്കണവരെ പറയും വേസ്റ്റായി, പുനർജന്മമൊന്നും ഇല്ലയെന്ന് അറിയാം. ആത്മാവും ചെയ്ത് ശരീരം നഷ്ടപ്പെട്ട് എന്തിനും വേണ്ടി ജനിച്ചു. തന്തയ്ക്ക് തള്ളയ്ക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇവർക്ക് അവർക്ക് തമ്മിൽ വില ഉണ്ടായിരുന്നില്ല എന്ന് പറയുള്ളൂ. ആരായാലും അവർ പറയണവരും പോക്ക്, ഇവരും പോക്ക്. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർക്കും നിന്നെ വിലയില്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഡ്രഗ് അടിച്ചിട്ട് ശരിക്കുള്ള പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്താ നിങ്ങൾ അവിടെ ഇവിടെയും ഓരോരോ വായെന്ന് വളി വിടണ പോലെ പറയിപ്പിച്ച് പറഞ്ഞിട്ട് ഉള്ള കാര്യം അവിടെ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ പറയണ പേര് എനിക്ക് കേൾക്കണില്ല, എനിക്ക് തിരിയണില്ലേ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. നിങ്ങൾ അവിടെ ഇവിടെ പറയുമ്പോൾ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറയണേ? അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മതി. ബാക്കി കാര്യം വിശദീകരിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അവിടെ സംസാരിക്കാമെന്ന് പറയണ്ട, ബാക്കിയൊന്നും പറയണ്ട. പറഞ്ഞാലും ഉള്ള ആരെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ആരെക്കുറിച്ച് തന്നെ അറിയില്ല. അതിൽ വിസ്കി കുടിക്കുക വേസ്റ്റ് കുടിച്ചാൽ ഞങ്ങൾക്ക് ശീലം. അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വയം അറിയില്ല, പറയണമെന്ന് അറിയില്ലെങ്കിൽ ആരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് തലയ്ക്ക് സുഖം ഉണ്ടാവില്ല. അതിനുള്ള ചികിത്സ ചെയ്യും. ഈ വേസ്റ്റ് കുടിച്ച് നടന്നിട്ട് കാര്യമില്ല. വിസ്കി വേസ്റ്റ്, ഡ്രഗ്സ് അടിച്ചു കൊടുക്കുന്നത്, ഗുഡ്ക, സിഗരറ്റ്, ബീഡി, പാൻപരാഗ്, എല്ലാ കുപ്പികളും കള്ളും MDMA പുതിയതെല്ലാം കൂടി എല്ലാം വേസ്റ്റുകൾ അകത്താക്കി അതാണ് നിങ്ങളുടെ തന്തയും തള്ളയും ആർക്ക് വേണ്ടി നിങ്ങൾ ജനിപ്പിച്ചേക്കണേന്ന്. കുറേ വേസ്റ്റുകൾ നിന്നെ വേസ്റ്റാക്കും. വേസ്റ്റുകൾ തമ്മിൽ വില ഉണ്ടാവില്ല. പോട്ടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഛർദ്ദിച്ച് ചാവണ വരെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ ഇങ്ങനെ ചിരിച്ചിട്ട് പറയും അയ്യോ തമ്മിൽ വിലയില്ലാണ്ട് ചത്തുന്ന്. എന്തിനായി വിലയില്ലാത്തവർക്ക് വേണ്ടി നീ തമ്മിൽ വായിക്കൂടെ നാവ് വളി വിട്ട് അർത്ഥമില്ലാത്ത വിഡിത്തം പറഞ്ഞ് നിരങ്ങി നീങ്ങിയിട്ട് ഇവർക്ക് വേണ്ടി തമ്മിൽ വിലയില്ലാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ ചത്തു അത്രേ ഉള്ളൂ എന്ന് പറയണതിന് 10 വർഷം ജീവിക്കണം. കുരങ്ങെന്നാണ് ആൽഫ്യം ബാക്കി 100 വർഷം 300 വർഷം ജീവിക്കാൻ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നതും വിഡിത്തം പറയാണ്ടും അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. മക്കളുണ്ടാക്കുന്ന രീതിയൊന്നും അപ്പം അന്നുണ്ടായിരുന്നില്ല. ഏഷണിയും പരിഭവവും പിന്നെ വന്ന് ഇങ്ങനെ പൊട്ട തിരഞ്ഞെടുത്തിട്ട് എന്തിനാ പൊട്ട തിരഞ്ഞെടുക്കണേ? നല്ലത് തിരഞ്ഞെടുത്ത് ധൈര്യത്തോടെ നടക്കാറിയില്ലേ? ഡ്രഗ് അടിച്ച് നടന്നിട്ട് പിന്നെ ചിടങ്ങൾ ഇവിടുന്ന് ഏഷ്യന് പരിഭവം നാണക്കേടായി കുറ്റബോധമായി കുറേ ചിടങ്ങൾ ജനിച്ചു. ചിടങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. മന്ദബുദ്ധികളെ ചിടങ്ങളെ ആരെങ്കിലും ആരാധിക്കാൻ പോവുമോ? പിന്നെ കുറേ ശിഖണ്ഡികളുണ്ടായി. MDMA പറയുന്നത് ഒരു ശരിയുണ്ടാവില്ല. ചിടങ്ങുകളുണ്ടായ ശിഖണ്ഡികളുണ്ടായ ശാപം, സ്ത്രീയോ ശാപം, അവർ പറ്റണ പല രീതിയിലുള്ള മക്കൾ അതും ശാപം, ചെകുത്താൻ വെഡ്ഡികൾ. എന്നിട്ട് അത് തേജസ് നഷ്ടം മൃഗങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ധൈര്യമില്ലാണ്ട് മൃഗങ്ങളെ ആക്രമിച്ച് തുടങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വെഡിത്തം വന്നത് അങ്ങനെയാണ് ആനിമൽസിനെ പോലെ ആയത്. അന്ന് ശരിക്കുള്ളത് കുരങ്ങുന്ന 10 വർഷം ജീവിക്കണം, കുരങ്ങുന്ന ഏതെങ്കിലും 300 വർഷം ജീവിക്കണ അങ്ങനെയുള്ള മനുഷ്യർ ജനിക്കുമോ? തിരിച്ചു പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, മൂത്രമൊഴിക്കാൻ വയ്ക്കുള്ളൂ, മൃഗങ്ങളെ പരിപാലിക്കുക, മൃഗങ്ങളെ അവർ ആക്രമിക്കുക, തേജസ്സുള്ള ശരീരം, അങ്ങനെയുള്ള കുറേ നാൾ ആയുസ്സുള്ളത് ഇങ്ങനെ 10 വർഷം ജീവിക്കണ കുരങ്ങുന്നുണ്ടാവണത്. പിന്നെ അവർ വെഡിത്തം വിശ്വസിച്ച് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ പലരും ഉണ്ടാവും. അന്ന് പൊട്ട തിരഞ്ഞെടുക്കലില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ
തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക പലതും ഉണ്ട് എക്സ്റ്റേണൽ സ്നേഹം. അപ്പോൾ നിങ്ങൾ ഈ പൊട്ട തിരഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ഡ്രഗ് അടിച്ച് നടന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ MDMA കഴിച്ച് നിങ്ങൾ ഡ്രഗ് അടിച്ച് ഒരു പരീക്ഷ തോറ്റു ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിക്കാണ്ട്. ഞാൻ എൻ്റെ 49% 65% ആക്കണമെങ്കിൽ ഒരു മനസ്സിലേക്ക് 19 ദിവസമാണ് അത് പഠിച്ച് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷനിലാണ് ബോധമുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പഠിക്കും. അല്ലെങ്കിൽ കുടിച്ച് കോപ്പി ഡ്രഗ് അടിച്ച് നടന്നവർ അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ വേണ്ടത്. കോപ്പി അടിച്ച് ബോധമില്ലാണ്ട് പറപ്പിച്ച് പറയണവർ ബൂസായിട്ടുള്ളവർക്ക് ഞാൻ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ എനിക്കത് നിങ്ങളെ കൊണ്ട് ആവശ്യം. ഡ്രഗ് അടിച്ച് കുറിച്ച് MDMA വായിക്കൂടെ വളി വിടണം. ഞാൻ അങ്ങനെ വായിക്കൂടെ വളി വിടാനും 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. വൃത്തികെട്ട സ്ഥലത്ത് പോകണമെന്ന് അറിയാമെങ്കിലും ഞാൻ വൃത്തികേട് പറഞ്ഞ് വായിക്കൂടെ വളി വിടാനും നാവുകൊണ്ട് വളി വിടാനും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയിട്ടുള്ള ആരെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും എവിടെ ആരായാലും. പിന്നെന്തിനാ അത് ഇവിടെ നിങ്ങളുടെ എവിടെ പോയി ഏതൊക്കെ സ്ഥലത്ത് പോയി? സെക്കൻഡ് ടൈം പോയി ഛത്തീസ്ഗഡ്, തേർഡ് ടൈം ബാംഗ്ലൂർ, തേർഡ് ടൈം വീണ്ടും രാജസ്ഥാൻ, എവിടെയൊക്കെ പോയി? അതിൻ്റെ വയസ്സ് പളിവിട്ട പോലെ അർത്ഥമില്ലാത്ത പറപ്പിച്ച് പറയണമില്ല, പളിവിട്ട നാവും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആവശ്യം പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ ഇവിടെ പേര് പറഞ്ഞാൽ ഞാൻ കേൾക്കാം? അതാണ് ഞാൻ കേൾക്കാത്തത്. മൂമനും ഷിജീനും പലരും ഉണ്ടാവും എൻ്റെ കൂടെ. അവരുടെ കൂടെ തലേദിവസം വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ബെല്ലടിച്ച് കുടിച്ച് ഡ്രഗ് അടിച്ചിഴഞ്ഞ് കള്ള് വീണ ഛർദി വീണ ഫ്രൈഡ് റൈസും തൈരാന്ന് ധരിച്ചിട്ട് ഗുഡ്ക വീണ ഫ്രൈഡ് റൈസ് എല്ലാം വേണ്ടി വീണ്ടും ഛർദ്ദിക്കണവരാണ് ഞങ്ങൾ. അനിയന്മാരാണ്. ഷിജീൻ മാമുക്കോയ എന്ന് പറയുന്നത് 3ാമത് ജനിച്ചവരാണ്. ഒരാൺമക്കൾ മരിച്ചിട്ട് രണ്ടാമത് 3ാമത് ജനിച്ച അനിയന്മാരാണ് അവർ. അതാണ് ഗോഷ്ടി കാണിച്ച് ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്നത്. ഏത് 1947 1987 വരെ ആരും അവർ കോപ്പി ചെയ്തിട്ടില്ലേ? അവർക്കത് പറയേണ്ട കാര്യമുണ്ടോ? ഒരു സംബന്ധിച്ച് നല്ല വഴക്കത്തോടെ ആരും പറപ്പിക്കാണ്ട് അങ്ങനെ കാണുന്നതും ഏതോ വയസ്സന്മാർ 58 വയസ്സുള്ളവരൊരു കണക്ഷൻ വെച്ച് വരുന്നത് വേറെ രീതിയിൽ കണ്ട് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത് വ്യത്യാസമുണ്ട്. ഉള്ള കാര്യം ആ രീതിയിൽ കോപ്പി ചെയ്യുന്ന വ്യത്യാസം. നിങ്ങൾ കോപ്പി ചെയ്തിട്ട് വേറെ വെഡിത്തം കുറ്റം പറഞ്ഞ് നടന്ന എന്താ കാര്യം? നിങ്ങളാണ് ശിഖണ്ഡികളെ ആരാധിക്കണത്. ശോഭൻ, ഷിജീൻ, വിഷ്ണു, ഷിജീൻ എന്നിട്ടാണ് മാമുക്കോയ, ചാക്കോ എല്ലാവരും ബാങ്ക് എക്സാം എഴുതി പാതിരികളുടെ കൂടെ നടക്കുന്നവരല്ലേ. പണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ഒരു പരീക്ഷ തോറ്റ് കഴിഞ്ഞാൽ അതും ബാച്ച് എക്സാം ഇംഗ്ലീഷ് എക്സാം എഴുതി ബാങ്ക് എക്സാം എഴുതി വെഡിത്തം ചെയ്ത് നടക്കുന്നവരാണ്. അത് മോന്ത കണ്ടറിയാം. ഞാൻ ഹിന്ദി ആയിട്ട് ഇവിടെ ഒരു ബന്ധമില്ല. പിന്നെ ഇങ്ങനെ ഹിന്ദി എന്ന് പറയുന്ന ശിഖണ്ഡികൾ ആരാധിക്കണ പെണ്ണും അത് ഉമ്മനും മന്ദനും അതൊക്കെ വരുന്നത് അങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയാനുള്ള. പിന്നെ ചാണകത്തിൽ എനിക്ക് അങ്ങനെ തിരിച്ചു കൊള്ളണേ. നിങ്ങളല്ല കൂടുതൽ MDMA ഇരട്ടി കളിച്ച് നിങ്ങളായിരുന്നു നോട്ടി വാങ്ങുന്നത്. ഇവിടുന്ന് ഈ രീതിയിൽ കാണണം എനിക്ക്. ഇങ്ങനെ കണ്ടോ നിഴൽ പോലെ കറുത്ത വെളുത്ത താഴോട്ട് 20ാമത്തെ ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ 22ാമത്തെ ഫ്ലോറിൽ നിഴൽ ഡ്രസ്സ് കളർ മാത്രമേ കാണുള്ളൂ. അവരോട് എന്ത് പറയണേ? അവർക്ക് കുറേ പേരുണ്ട്. അവരോട് എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നിൽക്കണ രീതി വരണല്ലോ. ഒരു ചേർച്ച വരണല്ലോ. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് സംസാരിക്കണം, അടുത്ത് വലുതായിട്ട് കണ്ട് സംസാരിക്കണ രീതിയല്ല. MDMAക്കാർ പറയുന്നത് വല്ല ശരിയുണ്ടാവുമോ? അവർ ശിഖണ്ഡികളെ ആരാധിക്കാൻ പറഞ്ഞ് തള്ളക്കി ജനിച്ചവർ അരുന്ന് കൂട്ടി വാങ്ങണവർ പലരും ഈ വഴി കൂടെ പോണവരുണ്ട്. അവർ ഞാൻ തെളിച്ചവർ കാണണമില്ല, നിഴൽ മാത്രമേ കാണുള്ളൂ. മിറാജ് എന്താ കാര്യം ഇങ്ങനെ കുറച്ച് ചെയ്തിട്ട് ഉള്ള കാര്യം അറിഞ്ഞിട്ടും വിപരീതം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റ് മനസ്സിലാക്കിയാലും വിപരീതം ചെയ്യണവർ. വായിക്കൂടെ നാവിൽ വളിവിട്ട സ്ത്രീകൾ മക്കളെ പറയുമ്പോൾ ചിടുങ്ങളെ നാവുകൊണ്ട് വളിവിടാൻ 15 വയസ്സാകുമ്പോൾ അതിനേക്കാളും മന്ദബുദ്ധികളായ തന്തകളാണത്. ഡ്രഗ് അടിച്ചു കുടിച്ചാൽ നടന്നവർ. എന്നിട്ട് അവർ മോന്തകൾ വളഞ്ഞ ഒരു നല്ലൊരു പ്രത്യേക രീതിയിൽ വഴക്കമുള്ള ശരീരം 3 വയസ്സിൽ വരണ പോലെ ചിടുങ്ങൾ ആ പ്രായത്തിൽ വേറെയുള്ളവർ. അവർ 15-16 വയസ്സിൽ പീടികൾ കുടിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണെങ്കിൽ MDMA കഴിച്ച് നടക്കുന്നവരാണെങ്കിൽ അവർ തന്തയ്ക്ക് തള്ളയ്ക്ക് അവർ വിലയില്ല, അവർക്കും തിരിച്ച് വിലയില്ല. എന്താ കാര്യം? എങ്ങനെയൊക്കെ ജീവിക്കണം? എന്തിനു വേണ്ടി ജനിച്ചു? ആര് ജനിപ്പിച്ചു? വേസ്റ്റ് നിരങ്ങി നീങ്ങണം. കുറേ വേസ്റ്റുകൾ അവരെ കൊണ്ട് ഈ ശരിക്കുള്ളത് വരുമ്പോൾ കുറേ പേര് വന്നിട്ട് അവർ പറയട്ടെ നാവുകൊണ്ട് വളി വെട്ടും പോലെ 23-24 വയസ്സ് 2006 വഴി ജനിച്ചവരൊക്കെ വരും. അയാൾ പറഞ്ഞിട്ട് ഇത് നടന്ന് ആവശ്യമില്ലാത്തൊക്കെ ചെയ്ത് ഡൈവോഴ്സ് വരെ എത്തിക്കണ കള്ള് കുടിച്ചിട്ടൊക്കെ ചതിയും വെച്ചിട്ട് ഇല്ലാണ്ടായിട്ട് എന്ത് കാര്യം? ഉള്ള കാര്യം ബോധത്തോടെ ചെയ്തോടെ.
പറഞ്ഞോടെ, ഉള്ള കാര്യം സംസാരിച്ചോടെ. ഉള്ള കാര്യം സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണല്ലേ, പേര് വിളിച്ച് ശ്വാസം വരണല്ലേ. ഒരു കാര്യം അവിടെ ഇവിടെ വെച്ച് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ, നിങ്ങൾ പറ്റണല്ലേ. തിരിഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാ. അതുപോലെ പറയും ആ ആ പറയാൻ പറ്റണില്ല ഞങ്ങൾക്ക്. ഇത് കുറേ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും, ഇംഗ്ലണ്ടിൽ വെച്ചും സർക്കംസിഷൻ ചെയ്യാത്തപ്പോഴും കുറേ പാകിസ്ഥാൻകാരും ഈജിപ്തുകാരും പലരും ഉണ്ടായിരുന്നു അവിടെ. അവർ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. എന്താ അവർക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഡിസ്കസ് ചെയ്യാനില്ല. അവർക്ക് ഉള്ള കാര്യം ഒന്നും പറയാനുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, പറ്റണില്ലേ. പിന്നെ എന്തിനാ അവിടെ പറഞ്ഞിട്ട് കാര്യം, നിങ്ങളുടെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് കാര്യം. ഇവിടെ പിന്നെ ശരി, ഉള്ള കാര്യം ഹോസ്പിറ്റലിൽ കാണുന്നത് കാണുന്നത് എങ്ങനെയാണ് അപ്പോൾ പറയാം. ഉള്ള കാര്യം ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. ശരി, ഇപ്പറ്റുള്ള കാര്യങ്ങൾ പറയണേ. കുടിച്ച് ഡ്രഗ് അടിച്ച് എന്നിട്ട് പറഞ്ഞാൽ അവർ പേടും. അങ്ങനെയല്ല പറയണേ. ഇപ്പോൾ എൻ്റെ ഒരു ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെ നിങ്ങൾ പ്രൂഫും കൊണ്ട് എടുത്തും കൊണ്ട് വന്നാൽ ക്യാമറ കണക്ഷൻ എന്തെങ്കിലും പിന്നെ ഇരിക്കും. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഇത്ര 3 വർഷം ഉണ്ടായാലും നമ്മൾ വന്നില്ല. ഇതിന് വേണ്ടിയാണ് ഇപ്പോൾ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് നടക്കണതിൽ എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കും. അത് പറഞ്ഞനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം പറയണേക്ക് അവിടെ തീർന്നു. ഞാൻ പറയാത്തതും എങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറയും. ഒരു കാര്യം പറഞ്ഞു അവിടെ തീർന്നു. നീ അല്ല എന്ന് പറഞ്ഞാൽ അവിടെ വളിഞ്ഞ മോന്ത നോക്ക്, വളിയിട്ട മോന്ത, വളിവിട്ട നാവ്. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണ് വളിവിട്ട നാവ്, പറപ്പിച്ച് പറയുന്നത്. എന്നിട്ട് ഈ വളിവിട്ട നാവുകൊണ്ട് വേസ്റ്റായിട്ട് ചാവേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് വയസ്സായിട്ട് ജനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരും അവർ ജനിപ്പിച്ചത്? ഏത് വൃത്തിയുടെ ശിഖണ്ഡികൾ ആരായിക്കാണ് തന്തേന്നാണ് ജനിപ്പിച്ചത്? വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കുന്ന തെറ്റാന്നറിയാം, എലികൾ ആരാധിക്കുന്നതൊക്കെ. എന്നിട്ട് അതിന് ശിഖണ്ഡികളും ശാപമായിട്ട് എലികളും ആരും ഇത് മൊത്തം സൃഷ്ടിക്കണല്ലേ, ലോകം മൊത്തം. എന്നിട്ട് എന്തിനു ഇവരൊക്കെ ആരാധിക്കേണ്ട കാര്യം? ശിഖണ്ഡികളെ, മൃഗങ്ങളെ, ചിടുങ്ങളെ, ഒരു മന്ദബുദ്ധികളായ ചിടുങ്ങളെ. അപ്പോൾ ഒരു ബോധനയാണ് അവർ ചെയ്തിട്ട് അതന്നെ റിപ്പീറ്റ് ചെയ്യണം അവർ. ഞങ്ങൾക്ക് പാതിരികൾ നിന്ന് വിലയിലാണ്ട് വൃത്തികേട് ചെയ്യണം, വിലയിലാണ്ട് നക്കപ്പിച്ച് ചെയ്യുന്നത്, വിഗ്രഹങ്ങൾ ചെയ്യുന്നതൊക്കെ ശരി, എല്ലാം ബൈബിൾ എഴുതിയിട്ട് തെറ്റാണ്, അത് റിപ്പീറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തന്ത തള്ളയൊക്കെ അങ്ങനെ പഠിപ്പിച്ചാണ്. ഞങ്ങൾ തെറ്റ് ചെയ്യണം, വായക്കോടെ നാവുകൊണ്ട് പള്ളിയൊക്കെ വിടും. ഇതൊക്കെ മക്കളെയും ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ വിലയില്ല, തമ്മിൽ കൊല്ലിക്കും, കിടക്കയിൽ തമ്മിൽ കൊല്ലിക്കും. രാവിലെ ഭക്ഷണം ഉണ്ടാക്കണേലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും വായക്കോടെ നാവുകൊണ്ട് വളി വിടും. എന്നിട്ട് ഈ പാതിരികളുടെ അടുത്ത് പോകും. പാതിരികൾ മൊത്തം തെറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചത് എല്ലാം ഞങ്ങൾ ബൈബിളിൽ എഴുതി കറക്റ്റായിട്ട് എഴുതിച്ചിട്ടെന്ന് അറിയാം, ഇതൊന്നും ആവശ്യമില്ലാന്ന്. പക്ഷെ ഞങ്ങൾ വിലയില്ലാണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. മുസ്ലിംസ് കുറേ പാതിരി വേഷം കെട്ടണവരുണ്ട്, ശിഖണ്ഡികൾ ആരാധിച്ചിട്ടൊക്കെ. സ്വന്തം പേരും സ്വന്തം ബർത്ത്ഡേറ്റും അല്ല, പറപ്പിച്ച് മാത്രമേ പറയാൻ ബോധമില്ലാണ്ട് ഞങ്ങൾക്ക് അത് വിശ്വസിക്കും. ഫേക്കുകൾ എന്തൊക്കെയുണ്ടോ അത് ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ശരിക്കും ഞങ്ങൾക്കൊന്നും അറിയണ്ട. ഞങ്ങൾക്കുള്ള കാര്യം അവരോട് തുറന്ന് സംസാരിക്കാനൊന്നും അറിയില്ല. അവിടെ ഇവിടെ ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയുള്ളൂ. എന്താ കാര്യം? ഞങ്ങൾക്ക് അവരെ ചോദിക്കും ചിലപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയണതെന്ന്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്കറിയില്ല ആരെക്കുറിച്ച്, ഞങ്ങൾ പോട്ടെ. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ആരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാതെ പറഞ്ഞ് തലയ്ക്ക് സുഖമില്ല ഉണ്ടാവും. നിങ്ങൾക്ക് ആരെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ തെറ്റ് ചെയ്യണത് ശീലം. ശരി പറഞ്ഞാൽ ഞങ്ങൾക്ക് വിപരീതമാണ്, തെറ്റ് പറഞ്ഞാൽ ശീലമാണ്. എന്തിനൊക്കെ ചെയ്യണം ഞങ്ങൾ? വല്ല മൂമ്മന്മാർ മുസ്ലിംസ് പറഞ്ഞു തരുമോ? അവരെന്താ പറയാ, നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നോന്ന് പറയും. ഞങ്ങളും കള്ളു കുടിച്ച് നടന്നാൽ ഞങ്ങളും കള്ളു കടിച്ച് നടന്നാൽ ജീവിതം പാഴാക്കാം, എന്തിനു വേണ്ടി ജനിച്ചു, അതല്ല പറയുള്ളൂ അവർ. അല്ല, എന്തിനാ നിങ്ങളിങ്ങനെ നിരകി നീങ്ങളെ എനിക്ക് മനസ്സിലാവണല്ലേ. ഈ വായക്കൂടെ കളി വിടുന്നതൊക്കെ എന്തിനാണ്? ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പറഞ്ഞു, ഇവിടെ സ്ത്രീകൾ ഇവിടെയുള്ളവരാണ്, ആരെങ്കിലും ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സാധാരണ രീതിയിൽ ആ സമയത്ത് എങ്ങനെയാണ് ഉണ്ടാക്കി അവർ പറയിപ്പിക്കണമല്ലോ. ഇവിടെ ആരെങ്കിലും പറയിപ്പിക്കണ്ടേ? തീർന്നോ? നിങ്ങൾ ഇവിടെയുള്ളവരാണോ? ജസ്റ്റ് വേറെ എത്ര പേരുണ്ട് ആ സമയത്ത് ഇങ്ങനെ വേസ്റ്റ് എടുത്തിട്ടില്ലേ, വേസ്റ്റിൻ്റെ മണവും ഉള്ളിലത്തെ കഞ്ഞി സാമ്പാറിൻ്റെ മണമുണ്ട്. പ്രത്യേകിച്ച് അവരും ഇവിടെ മുഖം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇവിടെ പഠിക്കണം, അപ്പോൾ പഠിക്കണ പോലെ തോന്നി. അപ്പോൾ എല്ലാം ജോലിയാണ് പറഞ്ഞു. അപ്പോൾ ജോലി പറയുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയും. അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഈ ഹൈലൈറ്റിനെ കുറിച്ച് ഞാൻ വിചാരിക്കണം. ഞാൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഹൈലൈറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയണല്ലേ, നിങ്ങൾ വേറെ എന്താ ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് സൂപ്പർ മാർക്കറ്റ് കുട്ടൻ, അപ്പോൾ കാഷ്യർ ആയിരിക്കും അല്ലേ? അല്ല, അപ്പോൾ അവർ പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞു എന്തില്ല AC ടെക്നിക്
എന്താ പറഞ്ഞു, വേർഡ് മനസ്സിലാവില്ല, എന്താ പറഞ്ഞു. അപ്പോൾ ആ ടെക്നിക്ക് പറഞ്ഞു. അപ്പോൾ ശരി, ICU എനിക്ക് താല്പര്യം ICUണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ശരിയാണല്ലോ. അപ്പോൾ ഗ്യാസ് ഡെലിവറി എടുത്ത് ശരി പോയി. അവരവിടെ പോയി വേറെ നോക്കണം തോന്നും. വേറെ 30 ദിവസമായിട്ട് പിന്നെ അവിടെ പിന്നെ വർഷം വേറെ എല്ലാവരും അങ്ങനെ സംസാരിക്കണ്ടേ, പിന്നെ വേറെ ഇയാളെ സെയിം ആണല്ലോ. അത് ചോദിക്കുന്നതല്ലേ. അല്ലാണ്ട് ആ സമയത്ത് ചോദിച്ചില്ല, സൺഡേയുടെ കാര്യം അവിടെ വരണല്ലേ. അപ്പോൾ പറയാത്ത കാര്യം നീ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം. പിന്നെ ബാക്കി കാര്യം നീ എന്തിട്ടാ വീണ്ടും ഷിജീനൊക്കെയാണ് നീ അവരുടെ ഒരു തലേദിവസം വന്നാൽ ബെല്ലടിച്ച് കുടിച്ചിടക്കിടച്ചിടക്ക് നീ ഒളി നോക്കണ്ടേ. ഞാനാണ് നിങ്ങൾ ഒളി നോക്കുന്നത്. നീ വീണ്ടും പഴകിയവരെ പറഞ്ഞു. അവരെ ആര് കോപ്പി ചെയ്യാൻ പോയിട്ടില്ലേ? അവരുടെ ശബ്ദം എങ്ങനെയല്ല, അവരുടെ ശബ്ദം എങ്ങനെയാ? പീഡികളൊക്കെ വരുന്ന 15 കുടിച്ചിടക്കിടച്ചിടക്കേണ്ട ശബ്ദം എങ്ങനെയാ? പെണ്ണുങ്ങൾ പിലിസ് അബോർഷൻ പ്രഗ്നൻ്റ് ആയി നടക്കുന്നവർ പറയുമോ? വായിക്കോടെ വളി നാവുകൊണ്ട് റോം കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും മെജോറിറ്റി തെറ്റ് ചെയ്യണവർ. ഇങ്ങനെയൊക്കെയാണ് 40 വർഷം 78 വയസ്സ് വരെ അവരുടെ ശബ്ദം അങ്ങനെയാണ്. അവർ സ്വന്തമായിട്ട് ഒരു ക്വാളിറ്റി ഇല്ല പറയാൻ. അതനുസരിച്ച് എങ്ങനെയാണെന്ന് അങ്ങനെയാണ് വരണത്. വല്ല ഹിന്ദി കുട്ടികളുടെ ശബ്ദം എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ പറയുന്നത് വ്യത്യാസം അറിയില്ലേ? അവരുടെ കൂടെ കുറേ ഹിന്ദി കുട്ടികളും MDMAകളും മലയാളി MDMAകളും കൂടെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ശരിക്കുള്ള കാര്യം നിങ്ങൾ ബുദ്ധിയില്ലായ്മ പറയണമെന്ന്, മരുന്ന് കൂട്ടി വാങ്ങാൻ പോണവരാണെന്ന്, ഇവർ മലയാളമാണെന്ന്. ശരിക്കുള്ള കാര്യം കുലിക്കനായി പത്താത്തെന്നൊക്കെ അവർ പറയുന്നത് അതുകൊണ്ടാണ്. വൃത്തികെട്ട സ്ഥലത്ത് എവിടെയൊക്കെ ഏതൊക്കെ പേഷ്യൻസ് നിങ്ങൾ വൃത്തികെട്ട പേഷ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആര് കുറഞ്ഞു ഒരു കാര്യം പൂരും ഞാൻ പറയണില്ലല്ലോ. ശരിക്കുള്ള കുഴപ്പമില്ല. ഗാറു ബാറു എന്നൊക്കെ പറയുന്നത് റെസ്പെക്റ്റോടെ അങ്ങനെ പറയുന്നതൊക്കെയാണ്. വ്യൂരോ ഞാൻ ഇതുവരെ എൻ്റെ വായിക്കൂടെ ഇങ്ങനത്തെ വാക്കുകളാണ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയണില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വാക്കുകൾ തിരിച്ച് ആരെയും പറയണില്ലാത്താ അത് ആരെയും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അത് നിങ്ങൾ ഏത് തന്തയ്ക്ക് തള്ളയ്ക്ക് ജനിച്ചതാണെന്ന് ചോദിക്കണേ. നിങ്ങൾ ജനിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കുടിച്ചും ഡ്രഗ് അടിച്ച് പിലിസും അബോർഷൻ നടക്കുന്ന പെണ്ണുങ്ങളും ഈ ഹിജറകളെ പോലത്തെ ഭർത്താക്കന്മാരും എന്താ കാര്യം? ബോധമില്ലാണ്ട് ചതിയും ഡ്രഗ് അടിച്ച് നടക്കണവരും എന്നിട്ട് ഇപ്പം നടക്കണത് ഇവിടെ. ആര് പറപ്പിച്ച് പറഞ്ഞിട്ട് കോപ്പി ചെയ്തിട്ട് അവരെ കുറ്റം പറഞ്ഞ് ഡ്രഗ് അടിച്ച് ഇപ്പം ഇങ്ങനെ പാരലൈസിസ് ആവാന്നല്ലാണ്ട് സ്വയം വെടിച്ച് ചാവണവർ വരെ ആത്മഹത്യ ചെയ്യണവർ വരെ നീ പ്രോത്സാഹിപ്പിക്കുള്ളൂ. ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യമായിട്ടുള്ളവരെ ചെയ്യാം. ധൈര്യമില്ലാത്ത വീട്ടുകൾ ഡ്രഗ് അടിച്ച് ഗുഡ്കയും കഴിച്ച് ബീഡി സിഗരറ്റ് വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് നിന്നെ കൊണ്ട് ആവശ്യം. അവർ സ്വന്തമായിട്ട് കാര്യം ചെയ്യാണെങ്കിൽ ഒടിഞ്ഞ് നടക്കാറിയാം. പതുക്കെ നടക്കണേ ഒരു വീട്ടിലത്തെ അനിയന്മാർ. അത് നിന്റെ വായിന്ന് വളി വിടുന്ന നാവുകൊണ്ട് നിനക്ക് പറയണ അർത്ഥമില്ല എന്ന് പറയണ. നിനക്ക് അർത്ഥമില്ലാത്ത വായോടെ വളി വിട്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകും? മൂട്ടിക്കോടെ വിടുന്ന നാച്ചുറല്. അത് വായിലത്തെ വളി വിടുന്ന നാവാക്കിയിട്ടെന്താ കാര്യം? വിവരമുള്ള കാര്യങ്ങൾ നാവിൽ വരുമ്പോൾ വളി വിട്ട നാവാക്കിയിട്ടെന്താ കാര്യം? ഇത്രയൊക്കെ ലോകം മൊത്തം കേട്ടിട്ട് ഇതന്നെയാണ് റിപ്പീറ്റ് ചെയ്യണേ. ഡ്രഗ് അടിച്ച് നടക്കുന്നതും സിഗരറ്റ് ഇപ്പം MDMAകൾ പറയുന്നത് ശരിയുണ്ടാവില്ല. പറപ്പിച്ച് പറയണവർ മരുന്ന് കൂട്ടി വാങ്ങണവർ അവരുടെ തന്തയും തള്ളയും പറപ്പിച്ചൊക്കെയാണ് ശിഖണ്ഡികളെ ആരാധിക്കാൻ. ശിഖണ്ഡികൾ ശാപമാണ് അവർ സൃഷ്ടിച്ചുള്ള. ഇതിനൊക്കെ നശ്വരമായി ഈ ശവങ്ങൾ ആരെങ്കിലും ആരാധിക്കുമോ? ധൈര്യമില്ലാത്തവരല്ലാണ്ട്. മുസ്ലിംസ് വരെ അതിനെ ആരാധിക്കുന്നുണ്ട്. സ്വന്തം തന്തേൻ്റെ തള്ളയിൽ ഏത് സമയത്ത് മരുന്ന് കൂട്ടി വാങ്ങിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവർ പറയുന്നത് കേട്ടിട്ട് ഈ ജീവനില്ലാത്ത ശവങ്ങളെ കൊണ്ടിടാൻ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം കുറേ നാൾ കഴിഞ്ഞ് അവർ പാരലൈസിസ് ആവുന്നു. ഒറ്റണത്തിന് ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് പറപ്പിച്ച് ഡ്രഗ് പറപ്പിച്ച് കൈയടിപ്പിച്ച് ആരെങ്കിലും ഇവർ വില വയ്ക്കുമോ? ചെറിയ കുഞ്ഞുങ്ങളാണ് പറപ്പിച്ച് പറഞ്ഞാൽ മാത്രം നടക്കാൻ പറ്റുന്നത്. സ്വന്തമായിട്ടൊന്നും പറയാറിയില്ലേ? പറയിപ്പിക്കാണ്ട് പറയാറിയില്ലേ? 5 അടി 6 ഇഞ്ചുള്ള അഫ്താബും ഇക്ബാലും കോയും. ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല. ബോധത്തോടെ സംസാരിക്കുമ്പോൾ നീ വിചാരിക്കും അവൻ ഡ്രഗ് അടിച്ച് അയാളുടെ പരീക്ഷയിലും തോൽക്കുമ്പോൾ വരെ ആ ഡ്രഗ് അടിച്ച് നടന്നിട്ടില്ലല്ലോ. 21 ദിവസം ബെഡ് റെസ്റ്റ് ആയിട്ട് കിടന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നോട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ലിഫ്റ്റില്ല, ഇങ്ങനെ ഒറ്റ നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം അപ്പോൾ ഞാൻ 2 ആഴ്ച ലീവ് എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്താം. വീണ്ടും എല്ലാം ഒരു സ്ഥലത്ത് ആബ്സെൻ്റ് ആയിട്ടുള്ള ഞാൻ ആ 21 ദിവസം അല്ലാണ്ട്.
അതാ ചോദിക്കണം, നീ ഏത് ബെഡിനെ സ്വപ്നം കാണാമെന്ന്. ബോധത്തോടെ ചെയ്യുന്നതും ബോധമില്ലാണ്ട് ധൈര്യമില്ലാണ്ട് കുടിച്ചിട്ട് ബോധം ഒരു കുറച്ച് ചോദിക്കും, ഒന്ന് ബോധമില്ലാത്ത പോലെ നിൽക്കാനും ഒന്നും പറയാൻ പറ്റാണ്ട് ഇരിക്കുന്നതും അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ. എവിടെ പറയണം എവിടെ ചെയ്യണം എന്നുള്ളത് ബോധമുള്ളവർക്കാൻ പറ്റത്. അവിടെ കുടിച്ചിട്ട് ഡ്രഗ് നടക്കുന്നവർ എവിടെ പറയണം, എന്താ പറഞ്ഞു പോയി വീണ്ടും പിടുത്തം ചെയ്തു, ഡ്രഗ് അടിച്ചു, ചതി പറ്റി, ഡൈവോഴ്സായി, കണ്ടിന്യൂറ്റി ഇല്ല, പോയി, ഡിസ്കഷൻ ഇല്ല, പറഞ്ഞ് വരണ രീതിയില്ല, അതൊന്നും അവർക്കറിയില്ല. ഒരു കാര്യം ആരും പറയിപ്പിച്ച് വായോടെ നാളോട് വളി വിട്ട് ഡ്രഗ് അടിച്ച് നടക്കാന്നല്ലാണ്ട് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ആരെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കറിയില്ല ആരെക്കുറിച്ച് പറയണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയില്ലേ. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യമാണ്, തലയ്ക്ക് സുഖമില്ലാത്തവർ ആരെക്കുറിച്ച് പറയണമെന്നുള്ളത് അവർക്ക് അറിയാത്തത്. എന്തിനാണ് ഇങ്ങനെയുള്ളത് ജനിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ. ആയിരുന്നു കുട്ടി ചാവാനോ അതന്നെ സെയിം. ബാക്കി എന്തെങ്കിലും വേറെ പറഞ്ഞ ഹാരിസ് ബാക്കി അത് അങ്ങനെ ബാക്കിയുള്ള പറഞ്ഞ പോലെ ആയിക്കോട്ടെ, അതുപോലും അവർക്കറിയില്ല എന്താണെന്ന്. നമ്മളോട് സംസാരിച്ച് വരാമെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല അവർക്ക്. അവരോട് ആരെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ മുഖം കണ്ട തിരിച്ചറിയും, അവർക്കറിയില്ല. പിന്നെ എന്തിനാണ് അവിടെ ഇവിടെ വീട്ടിലും മുക്കിലും മൂലിലും പറഞ്ഞിട്ട് കാര്യമാണ്. ആവശ്യമില്ലാണ്ട് ഇതിൻ്റെ എനർജി എന്തിനു വേണ്ടി ജനിച്ചാൽ ചോദിക്കുന്നുണ്ട്. വെറുതെ എനർജി വേസ്റ്റാ നിരങ്ങി നീങ്ങല. എനിക്ക് എന്നെ കുറിച്ച് അങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് നടക്കില്ലേ. ഇത് പറയുമ്പോഴും മുമ്പും എപ്പോഴും ഇവിടെയും പണ്ടും 30-25 വർഷം മുമ്പും 15 വർഷം മുമ്പും. പിന്നെ അത് പറഞ്ഞു ഇപ്പം ഞാൻ ആരും പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പോകേണ്ട സമയത്ത് പോയില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ പറയണനുസരിച്ചാണ്. ഷാജുൽ ഇല്ലേ ഫേക്ക് സിറ്റുവേഷനാണ്. അപ്പം തന്നെ എഴുന്നേൽക്ക് അങ്ങനെ ജീവനിൽ ശ്രദ്ധിക്കുക, എഴുന്നേൽക്ക് തളർച്ച മാറട്ടെ, പ്രാർത്ഥിക്കണം, സ്തുതിക്കാൻ, ജീവനിൽ സ്തുതിക്കുക, തളർച്ച മാറട്ടെ, പാരലൈസിസ് മാറട്ടെ, എഴുന്നേൽക്കുക പറഞ്ഞാൽ പോയി. അപ്പോഴെഴുന്നേറ്റ് 2 ദിവസം എഴുന്നേറ്റ് ഓക്കെ. ഇതിവിടെ പറഞ്ഞ പോലെ ചെയ്യണ രീതി അനുസരിച്ചിരിക്കും. മനസ്സിലാവണ്ട. ഫേക്ക് സിറ്റുവേഷനാണെങ്കിൽ അപ്പം തന്നെ എഴുന്നേൽക്കും, ഫേക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ 2 ദിവസം എഴുന്നേൽക്കും. എഴുന്നേറ്റില്ലെങ്കിൽ കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ ആരും പേടിക്കാണ്ട് എഴുന്നേൽക്കും, സ്വർഗത്തിൽ എഴുന്നേൽക്കും, പേടിക്കേണ്ട ആ രീതിയിൽ പറയും. അപ്പോൾ ചെയ്യണ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ അനുസരിച്ചാണ് നിങ്ങൾ പറയിപ്പിക്കാണ്ട് തന്നെ ഞാൻ ചെയ്തതാണ്. അത് പറയിപ്പിച്ച് അവിടെ വരെ ഉറക്കെ പറയും, അവിടെ വരെ ഇവിടെ പോയി നടന്നു പോവുക, അതിലല്ല കാര്യം. ചെയ്യേണ്ടത് എപ്പോൾ ചെയ്യണം എവിടെ ചെയ്യണം എന്നുള്ളത് കാര്യമാണ്. അത് 100 മീറ്റർ നടന്നു വന്നു കഴിഞ്ഞ് സ്വന്തമായിട്ടും ചെയ്യാൻ അവിടെ ഇവിടെയും തിരിച്ച് പ്രതീക്ഷിക്കാണ് ചെയ്യുന്ന അറിയില്ല, ചെയ്യുന്നതൊന്നും അറിയില്ല, എന്നിട്ട് കിടന്നുറങ്ങി, കുടിച്ച് ഡ്രഗ് അടിച്ച് ഉറങ്ങി. അങ്ങനെയല്ല അത്. 23 കിലോമീറ്റർ നടന്നാലും ഞാൻ ഫുൾ ഭാഗത്തോടെയാണ്. 23 കിലോമീറ്റർ നടന്നു നോക്കിയാൽ 7 കിലോമീറ്റർ ചെയ്യും ഞാൻ ഫുൾ ഭാഗത്തോടെ. അവിടെ ആരും വന്ന അങ്ങനെ സംസാരിക്കും, അങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കണേ. അവിടെ എനിക്ക് ഇങ്ങനത്തെ തളർച്ചയില്ല. ആ ലെവൽ വെച്ചാൽ നടക്കും. 23 കിലോമീറ്റർ ആ ലെവൽ വെച്ച് നടക്കും. എനിക്ക് അവിടെ 22 കിലോമീറ്റർ ആണെങ്കിൽ ഒരു കാലിനൊരു വന്നാലും ഞാൻ ആ വെച്ച് നടക്കും. അതിൽ തിരിച്ചൊരു 2 കിലോമീറ്റർ തിരി വന്നാലും ഒരു ബസ് പിടിച്ച് തിരിച്ച് വരാനുള്ളതാണെങ്കിലും അത് തീർന്നു. പിന്നെ 1/2 മണിക്കൂർ ഉറങ്ങി ബസ്സിൽ പോയി വന്നപ്പോൾ എനിക്ക് തളപ്പാകി അങ്ങനെ ക്ഷീണമൊന്നുമില്ല, മാറി. ഒരു 1/2 കിലോമീറ്റർ 1/2 മണിക്കൂർ ഉറങ്ങിയിട്ട് വീണ്ടും സ്വന്തം കാര്യം അനുസരിച്ച് തീർന്നു. നിനക്കത് പറ്റുമോ? നീ ബോധമില്ലാണ്ട് പരീക്ഷയിൽ തോറ്റിട്ട് ഡ്രഗ് അടിച്ച് നടന്നതല്ലേ. അതാ പറഞ്ഞത് നിൻ്റെ പോലെ MDMA ഞാൻ അനുകരിക്കണല്ലേ, ഡിപ്പെൻഡ് ചെയ്യണല്ലേന്ന് പറയുന്നത്. ഹിന്ദി കുട്ടികൾ പലരുണ്ട്. ഡ്രഗ് അടിച്ചൊരു വീട്ടിൽ കുത്തി അടിച്ചിരിക്കും. കുറേ പേരുണ്ടോ ഹിന്ദി കുട്ടികളും മലയാളി MDMA കൂട്ടത്തിൽ പലരും കന്നഡ കാണ്ടുകളും. നിനക്കത് പറ്റില്ല. ചുക്ക പുക്കൊന്ന് നടന്നിട്ട് നാവ് വളി വിട്ട പോലെ ആക്കിയിട്ട് ചുക്ക പുക്കൊന്ന് നടക്കണം. നിന്റെ കൂട്ടത്തിലുള്ളവർ അങ്ങനെ ചെയ്യുമോ? അവർ 100 മീറ്റർ പോയി നടക്കില്ല. പിന്നെ തിരിച്ചു വന്നാൽ അപ്പം AC കിടക്കും. കുറേ ഡ്രഗ്സ് ഉണ്ട് അവരുടെ കയ്യിൽ, ഗുഡ്ക ഉണ്ടാവും. അപ്പോഴേക്ക് 10 പാക്കറ്റ് അകത്താക്കിയിട്ടുണ്ടാവും. ക്യാൻസർ രോഗം വന്ന് ഡ്രഗ്സ് അടിച്ച് കുടിച്ച് അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ 2 മാസത്തേക്കാരോട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കില്ല, 2 മാസത്തേക്ക്. അതാണ് പടുക്കോന്ന് പറഞ്ഞ വീട്ടുകാരൻ്റെ അടുത്താണ്. ഞാൻ അപ്പം തന്നെ വേഗം കാര്യം വേറെ എന്തെങ്കിലും ചെയ്യണം, അതും തിരിച്ച് പ്രശ്നം അവിടെ പോയി ഓക്കെ ശരി അവിടെ പോയി വേറെ വന്നു. 1 മിനിറ്റ് ചെയ്യണ രീതിയാണ് എനിക്ക്. നിങ്ങളെന്തൊരു ആരെ സ്വപ്നം കാണുന്നത്, ഇനി ഏത് ബെഡിനെ സ്വപ്നമാണെന്ന് എനിക്കറിയില്ല.
എടാ നീ എത്ര പിടുത്തം MDMA പറഞ്ഞാൽ MDMA ഇവിടെ ചിലവാവില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വീണ്ടും പിടുത്തം റിപ്പീറ്റ് ചെയ്യണേ? ഒരു കാര്യം അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അന്ന് 11 വയസ്സിൽ അങ്ങനെ ചെയ്യാൻ തോന്നി. 15 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചായിരിക്കും അങ്ങനെ ചെയ്ത് അങ്ങനെ ആയിരുന്നങ്ങ് എന്തെങ്കിലും ജാതി പ്രതീതി അങ്ങനെ സമയത്ത് നടന്നു. അവിടെ എവിടെയും ചത്തതല്ല, വീട്ടുകാരനൊക്കെ ഒരു മതിപ്പ്. ശരി, അപ്പോൾ അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ മരിച്ച വീട്ടിൽ ചിരിക്കരുത് പറഞ്ഞിട്ട് രാത്രി ആരെയും ഹോൺ അടിക്കുമോ? MDMA അല്ലാണ്ട്. ഇപ്പം തന്നെ ഹോണിൻ്റെ ശബ്ദം ഇതിൽ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതിന് അർത്ഥം വന്നു. രാത്രി ആടെയും ഹോൺ അടിക്കുമോ തലയ്ക്ക് സുഖമില്ലാത്തവരല്ലാണ്ട്? അപ്പോൾ അതും പ്രൂഫ്. എന്തിനാണ് നിങ്ങൾ പാരലിസിസ് അവനായിരുന്നു കൂട്ടി വാങ്ങണേ? ആവശ്യമില്ല ശബ്ദം MDMA പറഞ്ഞ ശരി അവിടെ എവിടെയും മരുന്ന് കൂട്ടി വാങ്ങിയിട്ട്. അപ്പോൾ അമ്മമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോൾ അവന് മരിച്ച വീട്ടിൽ ചിരിക്കരുത് പറഞ്ഞിട്ട് എഴുന്നേൽക്കുക എന്തെങ്കിലും ആ സമയത്ത് അന്ന് ഞാൻ 15 വയസ്സ് കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നത്. കുറച്ചുകൂടി 11 വയസ്സിലപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടാവില്ല. എന്നുവെച്ചാൽ 11 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ 2001 ഹാരി പോട്ടർ എന്നുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ലേ, മനസ്സിലായി? ആ സിനിമ എന്നെ കാണിച്ച മനോഹരം കാണിച്ചിട്ടില്ലേ? ആ ബുക്ക് മേടിച്ചു തന്നു. ആ ഡയലോഗൊക്കെ ഉള്ളതേ, ആ ഡയലോഗൊക്കെ ഉള്ള ആ ബുക്കില്ലേ, J.K. റോളിങ് എഴുതിയ ബുക്ക് എനിക്ക് ഞാൻ അന്ന് തന്നത്. ആ ബുക്ക് വായിച്ചാൽ എനിക്ക് അതിൻ്റെ ഡയലോഗൊക്കെ അറിയാം എന്താന്ന്. അപ്പോൾ അതനുസരിച്ച് ആ സെയിം ഡയലോഗാണ് ഞാൻ സിനിമയിൽ പോയിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ആ സിനിമ ഞാൻ ഇപ്പോഴാണ് കാണണേ, മനസ്സിലാവണ്ട? ഞാൻ സിനിമ കണ്ടിട്ടില്ലേ. ആ ബുക്ക് അന്ന് 2001 മമ്മി ലൈബ്രറിയിൽ നിന്ന് മേടിച്ചു തന്നപ്പോൾ അപ്പോൾ വായിച്ചപ്പോൾ അടുത്ത ഡയലോഗ് കുറച്ച് കാലത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം മനസ്സിലാക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ആ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ സിനിമ കാണുന്നത്. ഞാൻ ആ സിനിമ മുമ്പ് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ലേ, ശരിക്കും ഫുള്ളായിട്ട് കണ്ടിട്ടില്ലേ. എനിക്ക് ആ സിനിമ ഇഷ്ടമില്ല. ഹാരി പോട്ടർ എന്ന സിനിമ എനിക്ക് ഇഷ്ടമില്ല. അതറിയോ നിങ്ങൾക്ക്? ടൈറ്റാനിക് കഴിഞ്ഞിട്ട് അത് തീർന്നു. ഹാരി പോട്ടർ എന്ന സിനിമ എനിക്ക് ഇഷ്ടമില്ല. ആ സിനിമ എന്തുകൊണ്ട് ആ സിനിമ കണക്ഷൻ, ആ ടൈറ്റിൽ, ആ ഭാഗം തുടക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇപ്പോഴും കണ്ടത് അങ്ങനെയാണ്. തുടക്കമാണ് ബുക്ക് വായിച്ചത്, ആ സെയിം ഡയലോഗ് തന്നെ അത്. അപ്പം ഞാൻ ചിന്തിക്കാത്തത് നീ ചിന്തിച്ചാൽ നീയാണ് പെടുന്നത് പല രീതിയിലും. അപ്പം ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് അവിടെ ചെയ്യാത്തത്, എന്താ ചെയ്യാത്തത് മനസ്സിലാക്കും. അപ്പോൾ 15 വയസ്സായിട്ട് ചിന്തിക്കണ രീതിയായിരിക്കും 11 വയസ്സ് ചെയ്യേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞ ബ്ലഡ് പൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് പൂളിംഗ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് പൂളായിട്ട് നടക്കുള്ളൂ. ബ്ലഡ് ഫ്ലോ ആവാൻ അധികം സമയം എടുക്കില്ല. മിറാക്കിൾ നടന്നാൽ നെഞ്ചെടുപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കാം. മാമൻ അപ്പാപ്പനാണ് പിന്നെയും ഒരു മാമ പറഞ്ഞാൽ ഒരു ജാതി പ്രതി പറഞ്ഞാലും. പിന്നെ നമ്മൾ ഈ സെക്യൂരിറ്റി, നഴ്സിംഗ്, അതുപോലെ വൃത്തികെട്ട സ്ഥലത്ത് ക്രൂസിങ് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇംഗ്ലണ്ടിലും പിന്നെ മെറ്റ്ലിസ്റ്റ് ജോലി സർട്ടിഫിക്കറ്റും അടുത്ത് പ്ലെയിൻ കയറി ഉയർപ്പിക്കാൻ വരേണ്ടതും നാനി ഫോർമാലിറ്റി ഹൈഡാണ് ഫുള്ളും. ഫോർമാലിറ്റിയുടെ ഉള്ളിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന രീതിയില്ല. പിന്നെ ആത്മഹത്യ ചെയ്ത ശവങ്ങൾ മൂടി കെട്ടിയ ശവങ്ങൾ ആരും ഉയർപ്പിക്കാനും പോകണില്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ പോയിക്കണം. അപ്പോൾ മെറ്റ്ലിസ്റ്റ് ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക ഏത് സമയത്ത് എന്തുണ്ടാവണേ. അല്ലാണ്ട് പൂവാന്ന് പറഞ്ഞ് നടക്കണം. തലയ്ക്ക് സുഖമില്ലാത്തവർ, സ്വയം ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണം, കുടിച്ച് ഡ്രഗ്സ് ചെയ്യണം, ധൈര്യം ഇല്ലാത്തവരാണ്. ഒരു പരീക്ഷയിൽ തോറ്റാൽ അപ്പം ഡ്രഗ്സ് അടിച്ച് തുടങ്ങുന്നവർ. അതെന്തിനാണ്? എനിക്ക് ഒരു ജനിച്ചത് എന്തിനു വേണ്ടി, നരകി നീങ്ങുന്നത് എന്തിനു വേണ്ടി? ഒറ്റയ്ക്ക് ഫീൽ ചെയ്യും. ഏഷ്യയ്ക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യുക എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് ആവർണീയമാണ്. എവിടെ മരുഭൂമി 40 ദിവസം ചെയ്യുന്നത് അതൊരു പ്രത്യേക സ്ട്രെങ്ത്തിലാണ് പോണേ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണ്ടെങ്കിൽ ധൈര്യം അല്ലെങ്കിൽ ക്ഷീണം ആർട്ടിഫിഷ്യൽ മറവി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വയം ക്ഷീണം, ധൈര്യമില്ല, ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് അവിടെ കിടക്കും ബോധമില്ലാണ്ട് ഒരു 30 വർഷം. അതല്ല, ഇത് ഫുൾ ഉണർവോടെ ചെയ്യണം. എല്ലാ കാര്യം ഉണർവോടെ. ഇതിവിടെ ചെയ്യണം, ബോധത്തോടെ ചെയ്യണം. ഉണർവോടെ ചെയ്യുമ്പോഴേ സഹിക്കാൻ പറ്റുള്ളൂ. എത്ര ചെയ്താൽ സഹിച്ചാലേ പുനരുദ്ധരിക്കാൻ പറ്റുള്ളൂ. ഉണർവോടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ, വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഫീലിംഗ് ഇല്ല. ചിലർ ചോദിക്കാം ഒറ്റയ്ക്ക് ഫീലിംഗ് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്നു. അതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. വേറെ ഏതോ യേശുവിനെ നിങ്ങൾ ആരാധിക്കണോ, ഏത് പാതിരികളെ ആവശ്യമില്ലാന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുക പറയുമ്പോൾ അത് ചെയ്യണോ? അതാണ് വിപരീതം. ശിഖണ്ഡികളെ ആരാധിക്കുന്ന ഹിന്ദുസ്, മുസ്ലിംസ് വേറെ പാതിരി വേഷം കെട്ടണവർ, കുറേ പറയിപ്പിച്ച് പറയണവർ. നിങ്ങളെന്താ ചെയ്യണേ? പരീക്ഷയിൽ തോറ്റു, എനിക്ക് മറക്കണം, മറവി, ക്ഷീണമുണ്ട്, വിഷമം, ഒറ്റയ്ക്ക് തോന്നണു, ചിന്തഭാരമുണ്ട്. യേശുവിന് ചിന്തഭാരമില്ല. അത് ആ രീതിയിലാണ് പോയിക്കണു. സഹിക്കാനുള്ള ഹെൽപ്പുണ്ട്. ചിന്തഭാരമുണ്ട്, ചിന്തിക്കാൻ ശേഷിയാണ്, കുടിച്ചിട്ടൊക്കെ അടിക്കണം,
ഡ്രഗ് അടിക്കണം. കുറേ നാൾ ഒരു പരീക്ഷ എനിക്ക് എത്ര പരീക്ഷ തോറ്റാലും അവസാനം ജയിക്കുന്ന ഒരു ഇതുണ്ട് ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ എനിക്ക് ഒരു പരീക്ഷ തോറ്റു, കുറേ പേര് പ്രേരിപ്പിച്ചു, ഡ്രഗ് അടുപ്പിച്ചു. അവർക്ക് നിന്നെ മുതലില്ല അങ്ങോട്ട് എന്തിനു വേണ്ടി ജനിച്ചു, ബോധമില്ലാണ്ട് എന്തൊക്കെ വൃത്തികേട് ചെയ്തു, ബോധമില്ലാണ്ട് ചതി പറ്റി, കുടിച്ച് ഡ്രഗ് അടിച്ച് വീണ്ടും നടന്നു, വീണ്ടും ഡൈവേഴ്സ്, കണ്ടിന്യൂറ്റി ഇല്ല, ഡ്രഗ് അടിച്ച് നടന്നു, വൃത്തിയില്ലാണ്ട് നടന്നു, സ്വന്തമായിട്ടും ചെയ്യാറിയില്ല, ഡ്രഗ് അടിച്ച് നടന്നു. അവർക്കാണ് നിന്നെ കൊണ്ട് ആവശ്യം. പിന്നെ MDMAക്ക് അടിമയായി. പിന്നെ കുറേ ചികിത്സിക്കണവരും അവരും തലയ്ക്ക് സുഖമില്ലാത്തവർ, അവരും ഇതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി, രണ്ടും സൈഡ് പോക്ക്, എല്ലാം പോയി പെട്ടുപോയി. കുറേ ആളത്തൊരു ഇവിടെ ആക്സിഡൻ്റ് ആയി, വീണ്ടും ഡ്രഗ് അടിച്ചു പിടിച്ച് നടന്നു, 2 ആഴ്ച വീണ്ടും ലീവ് എടുത്തു. ബോധത്തോടെ സംസാരിക്കാറിയില്ല. ആരെങ്കിലും വന്ന ബോധത്തോടെ കിടക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ധൈര്യം അങ്ങനെ കിടന്നു. ശരിക്കുള്ള കാര്യം സ്പഷ്ടമായിട്ട് ചോദിക്കാനറിയില്ല, ഡിസ്കസ് ചെയ്യാൻ പറയാനറിയില്ല. ഓരോരുത്തരും ഇങ്ങനെ അവർ പറഞ്ഞത് അവർക്ക് മുഖത്തോക്കി സംസാരിക്കാതിരിക്കുക അതറിയില്ല. ഒരാൾ പറഞ്ഞാൽ അവിടെയും തെറ്റി, അവർ പോയി. അതല്ല ഇവിടെ വരേണ്ടത്. ബോധത്തോടെ സംസാരിക്കാൻ പഠിക്കുക. ശിഖണ്ഡി വായിച്ച് ഹിന്ദുവും പെണ്ണും പിൽസും അബോർഷനും പ്രകടനും ബോധമില്ലാണ്ട് ചെയ്യുന്നതും കുറേ അബോർഷൻ ചെയ്തു. സാധാ രീതിയിൽ തിരിച്ച് പ്രതിഷ്ഠാൻ സ്വീകരിച്ചോ, പങ്കുവെച്ചോ, വിവാഹത്തിനോടുപടി സ്വീകരിച്ചപ്പോഴാണ് ബോധത്തോടെ ചെയ്യും. അയാൾ കുറേ നാൾ കഴിഞ്ഞ് പിൽസ് കഴിച്ച് ബോധമില്ലാണ്ട് ചത്തു, ശ്വാസം മുട്ടി ചത്തു. അബോർഷൻ കുറേ ചെയ്തു. സാധാരണ രീതിയിൽ അബോർഷൻ ചെയ്ത് കുറേ മറിച്ച് അവിടെ കുഴിച്ചിട്ടു. പോലീസുകാർ കണ്ടുപിടിച്ചില്ല. കുറേ പേരായിട്ട് വിഡിത്തം ഡിസ്കസ് ചെയ്തു. അവരും വിഡ്ഢികളാക്കി, ഇവരും വിഡ്ഢികളാക്കി. മരുന്ന് കൂട്ടി ചത്തു. എന്തിനു വേണ്ടി ജനിച്ചു? എന്താ കാര്യം? ഏട്ടാ, നീ വീണ്ടും ഷിജീനെ കുറിച്ചാണ് പറയണേ. ഷിജീൻ വരെ നിന്റെ കൂട്ടത്തിലുള്ള ഡ്രഗ് അഡിക്റ്റാണ്. നീ ഇപ്പം ആ വീട്ടിൽ ഷിജീൻ്റെ വീടുണ്ടല്ലോ, ഷിജിൻ, റോസമ്മ, ഫ്രോഡ്, CJ റോയ്, അവരുടെയൊക്കെ വീട്ടിലൊക്കെ ബാക്കിയുള്ള ഭാര്യമാരും അവരുടെ മക്കളെ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്ക്. ഗൾഫിലും ബാക്കിയുള്ള സ്ഥലത്തും. മാമുക്കോയുടെ ഫാമിലിക്ക് ഡ്രഗ്സിന് അടിമയാണ് മൊത്തം. പറയിപ്പിച്ച് പറയണതിന്, ബോധമില്ലാണ്ട് നടക്കണതിന്. ഡ്രഗ്സുകൾ പലതും ഉണ്ടാവും. ഗുഡ്ക ഉണ്ടാവും, ഡ്രഗ്സ് ഉണ്ടാവും, ബീഡി, സിഗരറ്റ്, ബാക്കി റം, അതിൻ്റെ കൂടെ MDMA, എല്ലാത്തിനും അടിമയാണ്. എല്ലാവരെയും കൊണ്ട് ഈ പോലീസുകാർ ഒരു ഡ്രഗ്സ് നടക്കണവരാണ്. എല്ലാവരും പോയി പിടിക്കാൻ പറ്റും അവർക്ക്. ആ തൃശ്ശൂർ പൂരപ്പറമ്പിൽ എന്തെങ്കിലും നടക്കണമെന്ന് നോക്ക്. ഒരു 7 മണി തൊട്ട് 9 മണി വരെ കുറേ പെൺകുട്ടികളും അതാണ് ചെകുത്താൻ വീട് അമ്പലം. കുറേ മരങ്ങളുടെ ചോട്ടിലും പിറണിയിലും എന്തൊക്കെ ചെയ്യാൻ നടക്കണമെന്ന് നോക്ക്. വൃത്തികേട്. ഡ്രഗ്സും MDMA എല്ലാം ചുറ്റുണ്ട്. പോലീസുകാർ വരെ ഇതിന് അടിമയാന്ന് ഞാൻ പറയണു. അവർക്കിത് എല്ലാവരുടെ അടുത്ത് പോകാൻ പറ്റുമോ രാത്രി? തിരിച്ച് പ്രതിഷ്ഠയാണ് സ്നേഹിക്കണം. സോഷ്യൽ വാക്കുകൾ പറയരുത്. സ്പിരിച്വലായിട്ട് വിവാഹത്തിന് ഉടമ്പടിയിലാണ് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെയാണ്. ആരും ഇപ്പോൾ യാതി ഉണ്ടായാലും അതോ ആരും അറിയാൻ പോയില്ല, അറിഞ്ഞാലും ഇതന്നെ തുടർന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മൈനോറിറ്റി ജയിക്കുന്നതും, മൈനോറിറ്റി ഒരാളല്ല 2 ബില്യൺ ഉള്ളതും 30 മില്യൺ റോമൻ കാത്തലിക് ഹിന്ദു മുസ്ലിം തോൽക്കാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ്. തോറ്റ വേർഡ് പറഞ്ഞിരുന്നിട്ട് കാര്യം എന്താ? തോറ്റെന്ന് പറഞ്ഞാൽ അത് ജയിക്കാൻ നോക്ക്. അത് ശരിയല്ല, ചെയ്യുന്നത് ശരിയല്ല. സ്ട്രെങ്ത്തിൽ എന്തെങ്കിലും ചെയ്യാം. സ്ട്രെങ്ത്തിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാം, സോഷ്യൽ ഇൻട്രവൽസ് ഉണ്ടാക്കാം. പക്ഷേ ഈ സോഷ്യൽ വാക്കുകൾ പറഞ്ഞ മക്കളെയും നിരക്കി നീക്കി വീണ്ടും വളി വിട്ട് വായിക്കൂടെ വിപരീതം ചെയ്ത് റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസ് നടന്നിട്ട് തോറ്റ വേർഡ് പറഞ്ഞ് മെജോറിറ്റി തോറ്റിട്ട് കാര്യമുണ്ട്. മാറാൻ പഠിക്കണേലും തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കലൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യം. പക്ഷെ നിങ്ങൾ ആ ഡ്രഗ്സിന് അടിമ, ബോധത്തോടെ സംസാരിക്കാൻ അറിയില്ല. എന്താ കാര്യം? ഗുഡ് കഴിച്ച് നടക്കണം, ആത്മഹത്യ ചെയ്യണവർ അത്ര ഏറ്റവും വലിയ ശരി. ഫേക്ക് സിറ്റുവേഷനുകളാണ് ഏറ്റവും വലിയ ശരി. യഹൂദിയർ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു. 1700 വർഷം നിർത്തി വെച്ചു. അപ്പോൾ പാതിരികളുടെ ആവശ്യമില്ല, നിർത്തി വെക്കണം. ബൈബിളൊന്നും വായിക്കാത്ത അഡോൾഫ് ഹിറ്റ്ലർ അവരെ പീഡിപ്പിച്ചിട്ട് സ്വയം സയനൈഡ് കഴിച്ച് വെടിവെച്ച് മരിച്ചു. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിന് കൈയടി. റോമൻ കാത്തലിക്കാണ്, പടുവിഡ്ഢികളാണ്, മൊത്തം വിപരീത ചെയ്യണേ. യഹൂദിയരും പെന്തക്കോസ്തും യഹൂദിയരുടെ അതിലാണ് ചോദിച്ചത്. പെന്തക്കോസ്ത് അതും ബാക്കി ഇതും ക്രിസ്ത്യാനിറ്റിയുടെ കറക്റ്റ് ആ രീതിയിൽ പറയണേ. അവിടെ റോമൻ കാത്തലിക്ക് പെടില്ലേ, ഹിന്ദുസ് മുസ്ലിംസ് പെടില്ലേ, മൂമന്മാർ പെടില്ലേ? അതല്ല ഗൾഫിൽ പോകണ ഡ്രഗ് അടിച്ച് നടക്കണ 15 വയസ്സിനും വേടാന്ന് പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടക്കണവർ പെടണേ. ഗൾഫിൽ മുസ്ലിംസ് തമ്മിൽ ബോംബിട്ട് കളിക്കണല്ലേ? ആ രീതിയിലായിരുന്നു കുട്ടി വാങ്ങുന്നത്. പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കണം. അത് പറ്റില്ലേ?
വല്ല 10 വർഷം ജീവിക്കണ കുരങ്ങെന്നും ഉണ്ടായ ഇതാണ് മനുഷ്യൻ പറയണ പടുപിടിത്തരം പറഞ്ഞ് പരീക്ഷ എഴുതി തോൽക്കണ ഇവരെ MDMA ഡ്രഗ് അടിപ്പിക്കണ മാഷുമാരും വീട്ടിൽ നിന്ന് റമ്മും കുടിച്ച് നടക്കുന്ന സിഗരറ്റ് വലിക്കുന്ന പണി. വല്ല കാര്യമുണ്ട് തമ്മിൽ തമ്മിലായിരുന്നു കൂട്ടി വാങ്ങി വെച്ച് തമ്മിൽ വിലയുണ്ടാക്കിയിട്ട്. വല്ല ഗുഡ്ക കഴിച്ച് നടക്കണവർ വായിക്കോടെ താവുകൊണ്ട് വളി വിട്ട് നടക്കണം. നിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും പിടുത്തം ചെയ്ത് അവിടെ പോയി എന്തെങ്കിലും പുതിയത് തുടങ്ങാൻ പോകുമ്പോൾ അവിടെ വളി വിട്ട നാവും കൊണ്ട് അവിടെ നിരങ്ങി നിൽക്കുക. അവിടെ കഴിഞ്ഞാൽ തീർന്നില്ലേ? ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, ആരെ കുറിച്ച് പറയണ അറിയില്ലെങ്കിൽ അവിടെ പോയില്ലേ? തലയ്ക്ക് സുഖമില്ലാത്തവരെ പോലെ ആരെ കുറിച്ച് പറയണമെന്ന് അറിയപ്പോൾ ആര് പറയിപ്പിച്ചു, അവരെ പറഞ്ഞു. കരുന്ന് കൂട്ടി വാങ്ങി നാവുകൊണ്ട് വളി വിട്ടു. മൂട്ടിന്ന് വളരിടേണ്ട സമയത്ത് നാവിൽ നിന്ന് വളി വിട്ടിട്ട് ഇല്ലാണ്ടാവണ ടൈപ്പായി. ഷിജിന് മാമുക്കോയുടെ പോലെയായി. കാര്യമുണ്ടോ? ചെയ്യേണ്ട സമയത്ത് ചെയ്യും, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ ആരെങ്കിലും ശിഖണ്ഡികളെ ആരാധിക്കണ പെണ്ണുങ്ങളെ അമ്മൂമ്മമാരെ മന്ദന്മാരെ ആരെങ്കിലും പറയൂ, അവർ തന്നെ അത് തന്നെയാണ്. അവരിന്ന് മാറാൻ പറ്റുള്ളവർക്ക്. അപ്പോൾ മനസ്സിലാക്കുക ആരെന്താ പറയണ എന്താന്ന്, എങ്ങനത്തെ കാര്യങ്ങളാന്ന്. ഉള്ള കാര്യം അങ്ങനത്തെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഓരോ വാക്ക് പറഞ്ഞിട്ട് വളി വിട്ട മോന്തയും വെച്ച് നടന്നിട്ട് നിങ്ങളെ മക്കളോ 15 വയസ്സിൽ നിങ്ങളെ വളി വിട്ട മോന്ത കണ്ട മനസ്സിലാവും നിങ്ങൾ വളി വിട്ട നാവും വെച്ചിരിക്കുകയെന്ന്. വിപരീതം ചെയ്ത് ശിഖണ്ഡികളെ, വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ചിട്ട് അവരും അതുപോലെയാവും. എന്താ കാര്യം? എന്നെ ആരും ഇങ്ങനെ ഞാൻ പറയാൻ പഠിപ്പിച്ചില്ല. ഞാൻ ഒരു സ്പെഷ്യൽ രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നീങ്ങലല്ല. ആ വളർച്ചയ്ക്ക് പ്രത്യേകത ഉണ്ട്. 11 വയസ്സിൽ എന്താ ചെയ്യാൻ പറ്റാത്തത്? 15 വയസ്സിൽ ചിന്തിക്കുന്നോ അങ്ങനെ നമുക്ക് തോന്നും. ഹാരി പോട്ടറിൻ്റെ ബുക്കൊക്കെ വെച്ച് അങ്ങനെ വായിച്ചിട്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വെൻ ഈസ് ഹാപ്പൻ വെൻ ഹീസ് റെഡി, ഹോളി ഈസ് റെഡി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 15 വയസ്സിലും മനസ്സിലാക്കണേ. 13 വയസ്സ് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് അന്നങ്ങനെ ചെയ്യേണ്ടതായിരുന്നോ എന്ന് പറയാം. 11 വയസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ അത് ചെയ്യില്ല. പിന്നെ 23 വയസ്സായി, 24 വയസ്സ് സർക്കംസിഷൻ ചെയ്തു. അപ്പോൾ അതിലൊക്കെ ഓരോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് അതിലൊക്കെ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് കാര്യങ്ങൾ ചെയ്യുന്നതും താഴോട്ടുള്ള ചെയ്യുന്നതും മാറുന്നതും ഇവിടെ കേട്ടാൽ കുഴപ്പമില്ല, ബാസാന്ന് വിചാരിച്ചൊരു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യാൻ. നാച്ചുറലായിട്ട് ചെയ്തത് അല്ലാണ്ട് നീ പറപ്പിച്ച് വായ കൂടെ നാവുകൊണ്ട് വളിവിട്ടതല്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം. അപ്പോൾ ഉള്ള കാര്യം സംസാരിക്കുമ്പോൾ അതുപോലെ സംസാരിക്കാം, അതുപോലെ ചെയ്യാം. അല്ലാണ്ട് 26 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ 26 വയസ്സ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കണോ ഞാൻ? താഴോട്ടുള്ളത് പോയി അത് ബാക്കിയുള്ള ചെയ്യുമ്പോൾ 26 വയസ്സിൽ ഓരോന്ന് ചെയ്ത് തുടങ്ങുന്നതും അതുവരെ ഞാൻ ശരി ഇങ്ങനെ താഴോട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതും അത് എത്ര വയസ്സായിട്ടും 23, 24 അപ്പോഴും ചെറുപ്പം. ഇപ്പോൾ 2000 എന്ന വർഷം കഴിഞ്ഞിട്ട് കണക്ക് കൂട്ടുമ്പോൾ 1, 2, 3, 4, 5, 6 ഇപ്പോൾ 26ാമത്തെ 2026 ആണ്. 37 വയസ്സ് ബയോളജിക്കലാണെങ്കിലും, ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ബയോളജിക്കലാണെന്നില്ല, അങ്ങനെ കുറേ ഒരു ബയോളജിക്കലുണ്ട് കുടിച്ചിട്ട് അവിടെ നടക്കുന്നവർ. ഇപ്പോഴത്തെ കുറേ 37 വയസ്സും 42 വയസ്സും 50 വയസ്സായി നടക്കുന്നവരുണ്ട്. 38, 32 അവരുടെ ശരീരപ്രകൃതി നോക്കിയേ. കുടവയറൊക്കെ ചാടി കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് ബൾബ് പോലെയായിട്ട് താടി മീശ വെച്ചിട്ട് പെട്ടതലയൊക്കെ ആയിട്ട് വയറ് ഇങ്ങനെ വീർത്ത് വന്നിട്ട് കൈയൊക്കെ ചൊളിഞ്ഞ് കുറേ പാടുകളും ഇതൊക്കെ ആയിട്ട് നടക്കണത് എനിക്കറിയാം. ഇപ്പം ഞാനിപ്പോൾ അവർക്കൊന്ന് ഒരു 100 ഒരു 2, 3, 4 മീറ്റർ നടന്ന് അപ്പം തളർന്നവർ മനസ്സിലായി. അപ്പം എനിക്കൊരു 37 വയസ്സാണ്. എനിക്ക് ആ ഒരു കണക്കനുസരിച്ചുള്ള വയസ്സാണ് വരുന്നത്. മനസ്സിലാവണ്ട എവിടെ എന്തുണ്ടായി, എവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായി. അതുകൊണ്ട് എനിക്ക് ശരീരത്തിൽ വളഞ്ഞ മാസമാണ് ആ 24 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സ് 25 എപ്പോഴും ജോലി എവിടെയെങ്കിലും ബിസി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും കുറച്ച് വേറെ എന്തെങ്കിലും നിൽക്കണം, അതിനുള്ള ആ എന്താ പറയുക നമസ്കാരം എപ്പോഴും ഉണ്ട്. അത് ബാക്കിയുള്ള അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തതും ബാക്കിയുള്ളവരായിട്ട് തിരിച്ച് ഡിസ്കസ് ചെയ്യുന്നതും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്ന പങ്കുവയ്ക്കുന്നതും അങ്ങനത്തെ ഉണ്ടായിട്ട് ചെയ്യുന്നു. ബോധമില്ലാണ്ട് ചതി പോലെ കുടിച്ചിട്ട് അകടിച്ച് നടന്ന് ചെയ്യാതല്ലാണ്ട് ഡിസ്കസ് ചെയ്ത് വളർത്തി തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് യാത്രയോട് പടിയില്ലാണ്ട് ബാക്കി കാര്യം പറഞ്ഞ പോലെ വളർത്തി കൊണ്ടുവരുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഓരോ സമയത്ത് ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ നിന്നിട്ട് നിഴലും മിറാജ് മാത്രം കാണുന്നവരായിട്ട് കുറേ പേരുണ്ടോ അങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ആരോട് എന്ത് പറഞ്ഞിട്ട് വരണം, അതിൽ കാര്യമില്ല. നമ്മളൊരു സ്ഥലത്ത് കണ്ടു ഇങ്ങനെ ഒരു രീതിയിൽ മനസ്സിലാക്കണം, കണ്ട് സംസാരിക്കണം, അതനുസരിച്ചാണ് വരുന്നത്. ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും.
മനസ്സിലാവണ്ടേ? അത് പെട്ടെന്ന് തൊട്ട് ചേട്ടാ എനിക്ക് വേണം ഇത് വേണം. അങ്ങനെയല്ല. ഒരു സമയത്ത് ഇപ്പോൾ വേറെ സ്മെൽ വേറെ ടൈപ്പിൽ വേറെ എന്തെങ്കിലും കഞ്ഞിമണം വല്ല എന്തെങ്കിലും വേസ്റ്റ് മണം അവിടെ മതി. ഒരു സമയം എന്തെങ്കിലും ശുചി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സമയമുണ്ടോ? അതിനൊക്കെ സമയം ഓരോ സമയത്തും വരണ രീതിയിലാണ്ട് ഇന്ന് ഇതൊന്നും മേടിച്ചില്ല, നാളെ അതിനുമുള്ള കാര്യം നമ്മൾ ചോദിച്ചില്ല, ചെയ്തില്ല എന്നല്ലേ. കുറേ നാൾ വേറെ ആൾക്കാരെ കാണാം 30 ദിവസം കഴിഞ്ഞ് കണ്ടു, 2 മാസം കഴിഞ്ഞ് കണ്ടു. ഇപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങോട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വരണ്ടെന്നിട്ട് പിന്നെ കാണാൻ 2 വർഷം പറഞ്ഞാൽ അയ്യോ 2 വർഷമായിട്ട് അവരെ കണ്ടില്ല, മേടിച്ചില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടന്നു വേറെ. അപ്പോൾ അതനുസരിച്ച് പോണത് രീതി. 26 വയസ്സ് എവിടെ കിടക്കണം, 12 വയസ്സ് എവിടെ കിടക്കണം, 15 വയസ്സ് എവിടെ കിടക്കണം, 23 വയസ്സ് എവിടെ കിടക്കണം. പിന്നെ അത് കണക്കനുസരിച്ച് വരണം 35 34 വയസ്സ് എവിടെ കിടക്കണം. അപ്പോൾ അതിലാണ് കാര്യം. അല്ലാണ്ട് വേറെ നിങ്ങളുടെ പഴകിയ സമയത്ത് ആരും എന്തോ പറഞ്ഞു നീ പഴകിയ സമയത്ത് ചിന്തിക്കണ രീതിയെ കുറിച്ചിട്ടായിരിക്കും ബോസ് ഞാൻ ചിന്തിക്കണല്ലേ. ഞാൻ ഈ പുതിയ കാലത്ത് ഇവിടെ നിന്ന് വരുന്ന രീതി കാണിക്കണം, ലൂപ്പ് ഹോൾ തൊട്ടുള്ള ബാക്കി പുതിയത് വന്നത്. ആ സമയത്ത് എവിടെ ആരും കോപ്പിച്ചാണ് അവരുടെ വീട്ടിൽ എവിടെ ഒരു സമയം ഒരു പഴകിയ സമയങ്ങളും ഒരു ചേർച്ചയില്ലാത്ത വാക്കുകളാണല്ലോ. ഒന്നും അതിൽ ഉൾക്കൊള്ളുന്നില്ലല്ലോ, വെസ്റ്റേൺ ടച്ച് കൂടി ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഇഷ്ടത്തിനായിട്ട് ഇവിടെ സ്വന്തം ഒരു പ്രത്യേക രീതി ചെയ്യുന്നത് നിന്റെ MDMA ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഫാമിലിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ വായിക്കൂടെ നാവോട്ട് വളി വിടണം. ഇപ്പോൾ ഞാൻ 4 വർഷം ഉണ്ടായത് അങ്ങനെ നാവുകൊണ്ട് വളി വിടണ രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു. ഒരു മൊബൈലില്ല, ഒരു 17 18 19 20. പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും അവരങ്ങനെ വലിയ രീതിയിൽ ഇല്ലെങ്കിലും അവരൊക്കെ ഇപ്പോഴും വേറെ ഗൾഫ് എവിടെയെങ്കിലും ആയിരുന്നു കൂട്ടി വാങ്ങേണ്ട ഏതാണെങ്കിലും ഇരിക്കേണ്ട എന്തായാലും ആയിക്കോട്ടെ പോട്ടെ. പക്ഷെ ഇതല്ല വേലുപ്പാടുള്ളപ്പോഴും അത് വേറെ സമയമാണ്. അതൊക്കെ വെണ്ടൂരടുത്ത് അതൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങളെ ചിന്തിക്കുന്നത് വേറെ ഒരു ബെഡിനെയാണ്. പിന്നെ ഫാമിലി ലൈഫ് അങ്ങനെ ജീവിക്കണവർ എനിക്ക് അങ്ങനെ അവർ ചോദിച്ച് വന്ന് ബെല്ലടിച്ച് സംസാരിച്ച് വന്ന എന്താ അതനുസരിച്ച് എങ്ങനെ കാണണം, ആരുടെ മുഖം എന്താ അതനുസരിച്ചുള്ള സംസാരത്തിനനുസരിച്ച് ഓരോ നടക്കുന്നത്. അല്ലാണ്ട് ഫാമിലി ലൈഫ് മറ്റേത് ഡൈവേഴ്സ് അങ്ങനെയുള്ളവർ എനിക്കിഷ്ടമല്ല. ബോധമില്ലാണ്ട് ചതി വന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ എന്താ പറഞ്ഞാൽ ചിലർക്ക് പിന്നെ പറഞ്ഞേ ബൂസ് അടിച്ച മുഖം എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു വിടർന്ന് വരുന്നതും ജമ്മ ഹരിസം വരുന്നതും മാമുക്കയുടെ പോലത്തെ വന്ന് ബൂസ് അടിച്ച ഒരു 15 വയസ്സാകുമ്പോൾ വളർന്നു വരുമ്പോൾ ചിടുങ്ങൾ വേറെ ടൈപ്പുള്ള മോന്തായിട്ട് വേറെ ടൈപ്പിൽ ശരീരമായിട്ട് വരണല്ലേ. അത് കാര്യമില്ല, മനസ്സിലായി. അത് പഴകിയവർ തന്നെയാണ്. അങ്ങനെ ഒരു ചെറുപ്പം മുഖമുണ്ടോ അത് വലുതാകുമ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ പഴകിയ പോലത്തെ മോന്തയായും തീരും എന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ പഴകിയ മോന്തയ്ക്ക് അവിടെ തന്തമാർ എന്താന്ന് പറഞ്ഞേ അവരുടെ. അപ്പം ഇങ്ങനെയുള്ള മുഖം ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനത്തെ രീതിയിലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. വരാണ്ട് കറുത്ത് തടിച്ച കരടി രൂപമുള്ളവരും വേറെ ടൈപ്പുള്ള സംസാരവും അവരുടെ മുഖവും അവരുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സിഗരറ്റും റമ്മും ബീഡിയും ഗുഡ്കയും MDMA അത് കഴിച്ച് എന്തിനോ വേണ്ടി ജനിച്ചാൽ ആർക്ക് വേണ്ടി ജനിച്ചാൽ വേസ്റ്റായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കും. വിലയിലാണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് മരുന്ന് കൂട്ടി സത്തോ എന്ന് പറഞ്ഞ് ഛർദ്ദിക്കണ പോലെ വേസ്റ്റ് എന്തിന് വേണ്ടി ജനിച്ച് ചത്തു. അവർ എനിക്ക് ചത്ത് കഴിഞ്ഞാൽ സ്വകാര്യത്തിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. അതുകൂടി നിങ്ങൾക്ക് അറിയണ്ടാവില്ല. എന്തിനാണ് ഈ വിലയില്ലാത്ത ഡ്രഗ് അഡിക്സിനോട് നടക്കേണ്ട കാര്യം. ശരി അത് പോട്ടെ. ഷിജീനും മാമക്കോയുടെ കൂടെ നടക്കണമെങ്കിൽ നീ വിലടിച്ച് സംസാരിക്കുന്നതാണ് അല്ലേ. പെട്ടത്തലയായ മോഹൻലാൽ അവർക്ക് തന്നെ അറിയാം പുനർജനം വല്ലയാന്ന്. എന്തിനെ വേസ്റ്റായിട്ട് ജനിക്കണതും ഒരു കാര്യം മനസ്സിലാക്കി മാറാൻ പഠിക്കാതില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞത് 90,000 1 ലക്ഷം വരെ കൂട്ടത്തോടെ ആരും ഒരു 1 മീറ്റർ നീളമുള്ള 2 മീറ്ററുള്ള ഫ്ലഫി ആയിട്ടുള്ള മാറ്റില്ലേ ഇറങ്ങി കഴിഞ്ഞാൽ മുറിവേൽക്കാത്ത. അപ്പോൾ 20ാമത്തെ നിലയിൽ നിന്ന് നമ്മൾ വെറുതെ ഇറങ്ങി വേറെ എല്ലാം വിചാരിക്കും. ഇറങ്ങിയാൽ അത് മുകളിൽ എയറിൽ നിലനിൽക്കാൻ നമുക്കൊരു മനസ്സിലാക്കണം. നിലനിൽക്കണ്ടെങ്കിൽ മുകളിൽ നിന്ന് എയറിൽ നിൽക്കണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ഇല്ലാണ്ട് വീഴണമെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അതൊരു സമയം വരുമ്പോൾ ചെയ്യണ രീതി വരണം. അല്ലാണ്ട് വെറുതെ ഒരു 90,000 ഇത്ര വലിയ 1 മീറ്റർ 2 മീറ്ററുള്ള നീളമുള്ള ബെഡ് മാറ്റ് ഫ്ലഫിയുള്ള സ്പോഞ്ച് ടൈപ്പുള്ള വെൽവെറ്റ് ഇലാസ്റ്റിക് പോലത്തെ സാധനം വാങ്ങില്ലല്ലോ 20ാമത്തെ 22ാമത്തെ നിലയിൽ നിന്ന് ചാടാൻ, ഒരു ജിംനാസ്റ്റിക് പോലെ പരിശീലിക്കാൻ. അപ്പോൾ അത് നടക്കേണ്ട സമയത്ത് തന്നെ എപ്പോഴെങ്കിലും ചെയ്യേണ്ട സമയത്ത് ആവുള്ളൂ.
നീ ആർട്ടിഫിഷ്യൽ മറവി കൊണ്ട് എന്ത് വെഡിത്തം നാവുകൊണ്ട് വളി വിട്ടാൽ അത് നിൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റല്ല. ഞാൻ തിരുത്തുന്ന നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്താൻ ഓടി പോകുന്നതെന്താണെന്ന് അറിയോ? വായിൽ 8 പല്ല് മാത്രം ബാക്കിയാക്കിയിട്ട് കുടിച്ച സിഗരറ്റ് വലിച്ചിട്ട് അകടിച്ച് തന്നിട്ട് ഫുള്ളായിട്ടുള്ള പല്ല് നിൻ്റെ വായിലില്ല ഇത്ര വയസ്സായിട്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് കുഞ്ഞനും പിഞ്ഞനും പൂപ്പനും പാപ്പനും ടുപ്പനും ഡപ്പനും ബിപ്പനും പുണ്ടപ്പനും പുണ്ടപ്പനൊക്കെ എന്നിട്ട് നടക്കണമെന്ന് അറിയോ? തടിച്ച് വെറുത്ത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നുണ്ട്. അത് ശരീരത്തിനടുത്ത് നിന്ന് അയ്യോ അത് മനസ്സിലാക്കാൻ ആരെന്താന്ന്. പഴകിയവർ ഇപ്പോൾ ചെയ്യാരത്തുണ്ട് കുറേ പഴകിയവർ. ചെയ്യാരത്ത് നിന്ന് നോക്ക്, അന്നത്തെ സമയത്തും കുമ്മുട്ടി ഷിജീൻ മാമക്കോയ എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ, പെട്ടതലകളെ വിശ്വസിച്ച് നടന്നവരൊക്കെ പഴകിയവരെ പോലെ നടക്കുന്നുണ്ട്. തടിച്ച് വീർത്ത് ഒരു വളഞ്ഞ മോന്തയും വെച്ചിട്ട് ഒരു തരം അവരുടെ പഴയ ഒരു ചെറുനാൻ കഴിച്ചിടങ്ങി ഡ്രഗ്സ് കുടിച്ച് കള്ളും കുടിച്ച് ഡ്രഗ്സ് സിഗരറ്റും ബീഡി വലിച്ച് ഗുഡ്ക്കും പാമ്പരാഗും കുറേ അടിച്ചിട്ട് ഇങ്ങനെ ഒരു തരം മോന്തണ്ടല്ലേ, ഒരു തരം എന്തെങ്കിലും വളി വിട്ട മോന്ത തന്നെ പറയാം. അടുത്ത് ചെല്ലാൻ പറ്റില്ല. ഒരു തരം എന്താ ഒരു മുഷിഞ്ഞ ഒരു സ്മെല്ലാണ്. എന്തൊരു സ്മെല്ല്, മുഷിഞ്ഞ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയുക, ഒരു തരം സ്മെല്ലില്ലേ, പഴകിയ സ്മെല്ല്. എൻ്റെ പ്രായക്കാരൊക്കെ ഒരു തടിച്ച് വീർത്ത ടൈപ്പ് എന്താ ഒരു തരം അവിടെ അടുത്തുനിന്നൊരു പയറെന്നല്ലേ ഇങ്ങനെയല്ലേ, അതായത് ഒരു തരം അവർ വർണ്ണിക്കാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വളിവിട്ട മോന്തേ. അപ്പോൾ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് നടക്കണവർ, വായിക്കൂടെ വളി വിട്ട് നടക്കണവർ, പൂർണ്ണ അറിവില്ലാത്തവർ, വിപരീതം ചെയ്യണവർ, വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കണവർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, അത് കടപ്പുഴയ്ക്ക് വീഴുന്നല്ലേ പറഞ്ഞത്. കടപ്പുഴയ്ക്ക് വീഴേണ്ട സമയം പിന്നെ വരും. എന്തായാലും അത് എന്തെങ്കിലും അവിടെ ഇല്ലട, അവിടെ അതേ നടന്നില്ലേ. എന്തിനാണ് ആകാശത്ത് വളി വിടേണ്ട കാര്യം എന്ന് ചോദിച്ചു. ഞാൻ അന്നേ ചോദിച്ചു, 1 വർഷം മുമ്പ് ചോദിച്ചത് ഓർമ്മയുണ്ട്. പക്ഷേ എന്തിനാണ് ആകാശത്ത് വളി വിട്ട് ആവശ്യമില്ലാണ്ട് അറിവില്ലായ്മ കൊണ്ട് ഓരോന്നും ചെയ്തിട്ട് വൃത്തിഹീനമായ ശിഖണ്ഡികൾ അരച്ച് നടക്കേണ്ട കാര്യം ചോദിച്ചാൽ ഞാൻ എവിടെ എന്ത് നടക്കണമെന്ന് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പണ്ട് ഏതോ 10-15 വർഷം മുമ്പ് വെടിക്കെട്ട് നിർത്തി വെച്ചു, അല്ല വെടിക്കെട്ട് പകുതി ഉണ്ടായി, ഫുള്ളായിട്ട് നിർത്തി വെച്ചില്ല. അതല്ല ഇവിടെ വരുന്നത്. 15 വർഷം മുമ്പ് എനിക്ക് എത്ര വയസ്സ്? 23 വയസ്സ്, 22 വയസ്സ്. ഇപ്പോൾ കണക്കനുസരിച്ച് വരുമ്പോൾ 26, 27 എന്ന് പറയാം, ബാക്കി കൂട്ടിയില്ലെങ്കിലും. എടാ ആരും എന്താ പറയണേ നോക്ക്. ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ പറയാത്തപ്പോൾ നിന്നെ ഹിന്ദുസും ശിഖണ്ഡികൾ ആരാധിക്കാർ നോക്കിയിട്ട് സ്വന്തമായിട്ട് നടക്കാൻ കൂടി അറിയാത്തവർ ഡ്രഗ്സ് അടിച്ച് ബീഡി സിറോയിൽ വെച്ച് വല്ല പറഞ്ഞാൽ അവർ പറയണ വല്ല അർത്ഥം ഉണ്ടാവുമോ? എടാ ഹിന്ദുസ് ശിഖണ്ഡികൾ ആരാധിക്കണവർ, വുമൻ പെണ്ണന്മാർ, അങ്ങനെയുള്ളവർ ഹിന്ദുസാണ്. MDMA കഴിച്ച് നടക്കണവർ. അവർ നിൻ്റെ കൂടെ കുടിച്ച് നടക്കണവരാണ്. നിങ്ങൾ ബെല്ലടിച്ച് സംസാരിക്കാൻ അറിയില്ല, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമില്ല. നിൻ്റെ കൂടെ ഒരാൾ വിലയാണ്ട് ഡിസ്കസ് കുടിച്ച് നടക്കുന്നു, നീ വില കുടിച്ച് നടക്കണം, അടിച്ച് നടക്കും. വേറെ രീതിയിലുള്ള വോയിസ്, അതിൻ്റെ ബോധമില്ലാണ്ട് ഛർദ്ദിച്ച് ഓരോ വരുത്തണം വരെ പോട്ടെ പറയും, ഒരു ചത്തും ചായി പറയും. നിങ്ങൾ ചുക്ക പുക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിരിക്കും. ഡിസ്കസ് പറയാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങളങ്ങനെ? അവർ പറയുന്നത് എന്ത്? അവർ ഏതോ വല്ല 17th സെപ്റ്റംബറാ അല്ല 17th 9th വല്ല ജൂണാ അല്ലെങ്കിൽ ഏതെങ്കിലും 15th ഒക്ടോബറിലൊക്കെ ജനിച്ചവരോ, ഏതോ 2006 2003. ഇത് വരണ രീതി ഇപ്പോഴും മനസ്സിലാക്കാൻ, എന്തിനാ കോപ്പി ചെയ്യണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? ഏത് സമയത്ത് ആര് കണക്കിനനുസരിച്ചാവുന്നതും എന്തിനാ ഏത് സമയത്ത് ആരെന്താ ചെയ്യണം എന്നുള്ള ബോധമൊന്നും ഇല്ലേ? അവർക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഉയർപ്പ്, മുസ്ലിംസിന് അവർക്ക് വല്ല ചെയ്യേണ്ട കാര്യമുണ്ട്? ക്രിസ്ത്യാനിറ്റി, ഹിന്ദുസ്, മുസ്ലിം, റോമൻ കാത്തലിക്സിന് അവർക്ക് ഒരു ഒറ്റ സാക്രിഫൈസിനെ കുറിച്ച് അറിയുമോ? അവർ വിലയില്ലാണ്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് മുഴുവനൊക്കെ ബാപ്റ്റിസാ, ശരിക്കുള്ള ഉയർപ്പിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? റോമൻ കാത്തലിക്സാ, ഹിന്ദുസിനോ, മുസ്ലിംസിനോ എന്തെങ്കിലും? ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഫുൾ ബോധത്തോടെ സംസാരിക്കാമെന്ന് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണി അതിൻ്റെ ആവുള്ളൂ. എന്തായാലും ഒരു 9, 10, 11, 12 മണിക്കൂറെങ്കിലും സുഖമായിട്ട് ഉറങ്ങും. അപ്പോഴേ ഫുൾ ബോധത്തോടെ ചെയ്യണം. ഫുൾ ബോധത്തോടെ ബാക്കി ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഈ ബോധമില്ലാത്തവരും പറയുന്നത് കേട്ട് അവരുടെ കൂടെ വിഡ്ഢിത്തം പറഞ്ഞ് സ്വയം തമ്മിൽ വിലയില്ലാണ്ട്
ആയിരുന്നു കുട്ടി വാങ്ങി ചാവാതിരിക്കാൻ. നിങ്ങൾ ജനിച്ചതോ വേസ്റ്റായി മാറും.